പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകം മുഴുവനുമുള്ള ഗുഡ്നസ് പ്രേക്ഷകർക്ക് ദൈവത്തിൻ്റെ എല്ലാ കൃപയും കരുണയും ദയയും ഉണ്ടാകട്ടെ. ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് ഒറ്റപ്പെട്ടു പോയതും തള്ളിക്കളഞ്ഞതും തിരികെ വന്നതുമായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കറിയാം, ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായം ധ്യാനിക്കുമ്പോൾ ഓടിപ്പോയ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട്. ധൂർത്തപുത്രൻ എന്നാണ് അത് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ധൂർത്തനായ ഈ മനുഷ്യൻ ഒന്ന് അവൻ്റെ സ്വാർത്ഥത കൊണ്ടായിരിക്കാം, രണ്ട് ഞാനെന്ന ഒരു ഭാവം, അഹങ്കാരം ഉള്ളതുകൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ എല്ലാം എൻ്റെ കാൽക്കീഴിലാണ് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ഇനി എനിക്കൊന്നും നോക്കാനില്ല, ആരെക്കുറിച്ചും തിരക്കാനില്ല, ഞാൻ എൻ്റെ കാര്യം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ മനുഷ്യൻ ഒരുപക്ഷെ ധൂർത്തനായിപ്പോയത്. അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കുവാനും കൂടെ ആയിരിക്കാം. എന്നാൽ അപ്പനോടൊപ്പം നിന്ന ഒരു മകനെ നമ്മൾ ധ്യാനിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അവനൊരു പരാതിയും പറയാതെ, ഒരു പരിവട്ടവും ഇല്ലാതെ അപ്പനോട് ചേർന്ന് നിന്ന് അപ്പനെ പരിചരിച്ചതും അപ്പൻ്റെ ജോലിയിൽ വ്യാപൃതനായതും നമുക്കറിയാം. എന്നാൽ ധൂർത്തനായവൻ തനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചു. അവന് ഭക്ഷണമൊന്നും കിട്ടാതിരുന്നപ്പോൾ പന്നിക്കൂട്ടിലിരുന്ന് അവൻ ചിന്തിച്ചു. പന്നിക്കൂടിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ദുർഗന്ധം വമിക്കുന്ന കൂടായിരിക്കും. എത്ര വൃത്തിയാക്കിയാലും ആ കൂടിന് ദുർഗന്ധം വമിക്കും. ആ കൂട്ടിൽ ചെന്ന് പെട്ടപ്പോഴാണ് ഇവൻ്റെ ദുർഗന്ധം ഈ ധൂർത്തപുത്രന് മനസ്സിലായത്. ഞാൻ ഇത്രത്തോളം എൻ്റെ പിതാവിൽ നിന്ന് അകലെയായിപ്പോയല്ലോ, എൻ്റെ ജീവിതം നാറുന്നതായി മാറിയല്ലോ എന്ന് വിചാരിക്കാൻ കാരണം, പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ വന്നപ്പോഴാണ് ഇവൻ അപ്പനെക്കുറിച്ച് ചിന്തിച്ചതെന്ന് നമുക്ക് വചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാവും. അവൻ വയറിനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ ഉദരത്തെക്കുറിച്ച് അത് കിട്ടാതെ വന്നപ്പോൾ ചിന്തിച്ചതാണ് ആത്മീയമായ ഉണർവിലേക്ക് വരാൻ കാരണമായത്. ചിലപ്പോൾ ദാരിദ്ര്യം നൽകുന്നത് ദൈവത്തെ അറിയാനായിരിക്കാം, നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിരിക്കാം. അതുകൊണ്ടാണല്ലോ ധൂർത്തപുത്രൻ തൻ്റെ അപ്പനെക്കുറിച്ച് ചിന്തിച്ച് അപ്പനെ തിരക്കി വന്നത്. അവനവിടെ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: എൻ്റെ ഭവനത്തിൽ ഭൃത്യർക്ക് കൊടുക്കുന്ന ഭക്ഷണം മതി എനിക്ക് ജീവിക്കാൻ. സുബോധമുണ്ടായെന്ന് പറയുന്നു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് സുബോധമുണ്ടാകാൻ ദൈവം നൽകുന്നതാണ്. ദൈവത്തിന് നന്ദി പറയാം. ഈ മനുഷ്യൻ തിരിച്ചു വന്നതുപോലെ തിരിച്ചു വരുമ്പോൾ ഇവൻ കാണുന്ന കാഴ്ച വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരപ്പനെയാണ് കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒറ്റപ്പെട്ടു പോകുമ്പോഴും വഴിതെറ്റി പോകുമ്പോഴൊക്കെ അറിഞ്ഞുകൊള്ളണം, നിന്നെ കാത്തിരിക്കുന്ന ഒരുവനുണ്ട്, കാത്തിരിക്കുന്ന ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ആത്മാഭിഷേക ധ്യാനത്തിൽ IMSൽ പങ്കെടുക്കുവാൻ ഒരമ്മ വന്നു. അമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞത്, എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് എൻ്റെ മകൻ നാട് വിട്ടു പോയിട്ട് എവിടെയാണെന്നറിയില്ല, അവനൊന്ന് തിരിച്ചു വരാൻ ഒന്ന് പ്രാർത്ഥിക്കണേ. ഏറ്റവും വലിയ വേദനയാണ് നാട് വിട്ടു പോകുന്നത്. ആ വേദന ഒരു മാതാപിതാക്കൾക്കും സഹിക്കുവാനാകില്ല.
എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും നാട് വിട്ടു പോയതാണെങ്കിൽ, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സഹോദരങ്ങളെ ഉപേക്ഷിച്ച് തന്നിഷ്ടത്തിന് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന, വേദനയോടെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. തിരിച്ചു വന്നപ്പോൾ ഈ അപ്പൻ മകന് വേണ്ടതെല്ലാം നൽകി. അവനെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഊരിമാറ്റി പുതിയ വസ്ത്രം ധരിപ്പിച്ച് അവൻ്റെ കയ്യിലും കഴുത്തിലുമൊക്കെ അണിയാൻ സ്വർണങ്ങൾ നൽകി, പുത്തൻ ചെരുപ്പുകൾ നൽകി. പ്രിയ സഹോദരങ്ങളെ, ഈ ചെരുപ്പ് നൽകി എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നൊരു കാര്യം. ചെരുപ്പ് ഏതെല്ലാം വഴിയിലൂടെ പോയിട്ടുണ്ടോ, ആ വഴിയിലുള്ള എന്തൊക്കെ ഈ ചെരുപ്പിനടിയിലുണ്ടോ അതെല്ലാം എടുത്തു മാറ്റിയെന്ന്. എന്ന് വെച്ചാൽ പുതിയൊരു ചിന്തയും പുതിയൊരു ഉണർവും പുതിയൊരു പ്രവൃത്തിയിലേക്കും കടന്നു വരുവാൻ അവനെ പുത്തൻ ചെരുപ്പ് അണിയിച്ചു. അതുമാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജോലിക്കാർക്കും അവൻ്റെ കൂട്ടുകാർക്കും എല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി അപ്പൻ്റെ സന്തോഷം പങ്കുവെച്ച്. ഇവിടെയാണ് മൂത്ത പുത്രൻ്റെ മനോഭാവത്തെ നമ്മൾ ചിന്തിക്കുന്നത്. മൂത്തവൻ പറഞ്ഞത് ഒന്നേ ഉള്ളു: അപ്പാ, ഇത്രയും കാലം നിന്നോടൊപ്പമായിരുന്നിട്ട് നീ എന്തുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ നൽകിയില്ല? അവൻ കൊച്ചു കൊച്ചു പരാതി പറയുന്നവനായിരുന്നു. ഓടിപ്പോകുന്നവനല്ല, പക്ഷെ കൊച്ചു കൊച്ചു പരാതി പറയുന്നവനായിരുന്നു. ആ പരാതി ഒരുപക്ഷെ അപ്പൻ പരിഗണിച്ചിരിക്കാം. ഈ കൂട്ടത്തിലല്ലെങ്കിലും പിന്നീട് അവനെ പരിഗണിച്ചിരിക്കാം. ഇല്ല, പരിഗണിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അപ്പൻ നമ്മുടെ എല്ലാ പരാതികളും പരിഗണിക്കുന്നവനാണ്. നമ്മുടെ അപ്പൻ വഴിതെറ്റിപ്പോയതിനെ സ്വീകരിക്കുന്നവനാണ്. വളരെ വ്യക്തമായും ഈ ധൂർത്തപുത്രനിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണിത്. പിന്നീട് നമുക്കറിയാം, 99 തൻ്റെ ആലയിലേക്ക് വിട്ടിട്ട് തേടിപ്പോകുന്ന ഒരിടയനെ നമുക്ക് കാണുവാൻ സാധിക്കും. 99 വിട്ടിട്ട് പോകാൻ കാരണം ഈ 99 ഒരുമിച്ച് തൻ്റെ ആലയിലേക്ക് ചെന്ന് കയറുമെന്ന് ഈ ഇടയന് അറിയാമായിരുന്നു. എന്നാൽ വഴിതെറ്റിപ്പോയ ഒന്നിനെ തിരക്കി പോകേണ്ട കാരണം വന്നത് എന്താണ്? ഈ വഴിതെറ്റിപ്പോയ ഒന്ന് സമൃദ്ധമായ പച്ചയുള്ള പുല്ല് തിരക്കിയാണ് പോയത്. ഇവിടെ നിൽക്കുമ്പോൾ, തല ഉയർത്തി നോക്കുമ്പോൾ മറുവശത്ത് നല്ല പച്ചപ്പായിട്ട് തോന്നും. അപ്പോൾ ഈ പച്ചപ്പ് കണ്ട് ആ പച്ചപ്പിലേക്കാണ് ഈ ആട് പോയത്. എന്ന് വെച്ചാൽ തൻ്റെ ഇടയനെ മറന്നുപോയി, കൂടെയുള്ള സഹോദരങ്ങളെ മറന്നുപോയി, തന്നിഷ്ടം കാണിച്ച് സ്വാതേറിയത് തിരക്കിപ്പോയപ്പോൾ അത് ഒറ്റപ്പെട്ടു പോയി. തിരക്കിപ്പോകുന്ന ഇടയനറിയാം, ഇതിനെ മറ്റ് മൃഗങ്ങൾ ആക്രമിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ അതില്ലായ്മപ്പെടുമെന്ന്. എന്നാൽ തിരക്കി പോകാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, 100 ആടുള്ളവൻ ആ ദേശത്തെ സമ്പന്നനാണ്. ഈ സമ്പന്നതയിലേക്കല്ല തിരക്കിപ്പോയത് ആ ഒന്നിലുള്ള ഗുണം മറ്റൊന്നിനുണ്ടായിരിക്കില്ല. ആ ഒന്നിനുള്ള കഴിവ് മറ്റൊന്നിനുണ്ടാകുകയില്ല. അത് മനസ്സിലാക്കിയ ഇടയൻ വഴിതെറ്റിപ്പോയതിന് തിരക്കിപ്പോയത്. വഴിതെറ്റിപ്പോയതാകട്ടെ കൂടെയുള്ളവരുടെ മഹത്വം മനസ്സിലാക്കിയില്ല, കൂടെയുള്ളവരുടെ കഴിവ് മനസ്സിലാക്കിയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കും കടന്നു വരുന്നത്, നമ്മളും ചിന്തിക്കുന്നത് അങ്ങനെയല്ലേ?
എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇനി ഞാൻ അവരുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. കഴിഞ്ഞ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവരിലൂടെ അനുഭവിച്ചതായിരിക്കാം. പക്ഷെ അതൊക്കെ മറന്ന്, തള്ളിപ്പറഞ്ഞ്, കുറ്റപ്പെടുത്തി കടന്നു പോകുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒറ്റപ്പെടലിൽ നിന്നും ദൈവം വീണ്ടും കൂട്ടിച്ചേർക്കുന്നത്, വചനം പറയുന്നുണ്ടല്ലോ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഒറ്റയ്ക്ക് പോയാൽ ദൈവത്തിൻ്റെ സഹായമുണ്ടാകുകയില്ല. കൂട്ടത്തോടെ ചേർന്ന് നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കുടുംബത്തോട് കൂട്ടത്തോടെ നിൽക്കുമ്പോൾ, സഹോദരങ്ങളെ കൂട്ടിപ്പിടിക്കുമ്പോൾ, കൂട്ടുകാരെ കൂട്ടിപ്പിടിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇടയൻ വഴിതെറ്റിയതിനെ തിരക്കിപ്പോയി അതിനെ കണ്ടുകിട്ടിയപ്പോൾ തോളിലെടുത്തുകൊണ്ട് സന്തോഷിച്ചു വരുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് തീരുമാനിക്കുക, ഞാൻ വഴിതെറ്റിപ്പോകാനുള്ളതല്ല, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളതാണ്. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഒറ്റപ്പെട്ട സാഹചര്യങ്ങളെ ഒന്ന് ഓർക്കാം. ഈ നിമിഷം ഭർത്താവ് ഭാര്യയെ ഒറ്റപ്പെടുത്താം, ഭർത്താവും മക്കളും കൂടെ ഭാര്യയെ ഒറ്റപ്പെടുത്താം, ഭാര്യയും മക്കളും കൂടെ ഭർത്താവിനെ ഒറ്റപ്പെടുത്താം. അങ്ങനെ പല രീതിയിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനേകരുണ്ട്. ഒരുമിച്ച് കൂട്ടുചേർന്ന് പഠിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന വ്യക്തികളുണ്ട്. ഒറ്റപ്പെട്ടു പോയവരെ ദൈവം തിരക്കി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം കൂട്ടുള്ളവൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. നീ ഒറ്റപ്പെടുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ഇടയൻ നിന്നെ തോളിൽ വഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നിനക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീ അറിഞ്ഞിരിക്കണം, ഇടയൻ നിന്നെ തോളിൽ വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ചേർന്നിരിക്കാൻ, അവൻ്റെ തോളിൽ ചേർന്നിരിക്കാൻ നിൻ്റെ ഒറ്റപ്പെടലുകൾ അനുഗ്രഹമായി മാറും. ഇനി ആരും ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് ഒരു മുറിയിലും ഇരുന്ന് കരയാൻ പാടില്ല. എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞിരുന്ന് കരയുവാൻ പാടില്ല. കാരണം നിന്നെ തിരക്കി നടക്കുന്ന ഒരുവനുണ്ട്. ആ സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ ഒരുമിച്ച് ചേർക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നു. അവൾ ശരിക്കും കറുത്തിരിക്കുന്ന ഒരു കൊച്ചായിരുന്നു. അവളുടെ വിഷമം, ഞാനിങ്ങനെ കറുത്തിരിക്കുന്നത് കൊണ്ട് എന്നെ കൂട്ടുകാരും കൂട്ടത്തിൽ ചേർക്കുന്നില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഞാൻ കറുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. പല രീതിയിലും ഒറ്റപ്പെട്ടു പോയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന്, ആര് തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാത്ത, നിന്നെ തേടി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് അവളെ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അവൾ ദൈവത്തിൻ്റെ കയ്യിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരിലും ഒരു വ്യത്യസ്തമായ കഴിവുകളുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരും ദൈവം ശ്രദ്ധിക്കുന്നവരുമാണ്. കാരണം നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്താൽ ഒരു മനുഷ്യൻ്റെയും ഒരേപോലെ ഇരിക്കില്ല. നമ്മളുടെ കണ്ണ് ഫോട്ടോ എടുത്താലും ആരുടെയും ഒന്നായിട്ടിരിക്കുകയില്ല. അപ്പോൾ വ്യത്യസ്തമായാണ് ദൈവം ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കയ്യിലെ കയ്യൊപ്പാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഇനി ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കരുത്. അത് ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ നിൻ്റെ കൂടെയില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് 365 പ്രാവശ്യവും
ബൈബിളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നീട് നമ്മൾ ധ്യാനിക്കുമ്പോൾ കളഞ്ഞുപോയ നാണയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാണ്. കളഞ്ഞുപോയ നാണയം യഹൂദ സ്ത്രീയുടെ തലയിൽ 10 നാണയം കെട്ടിവെക്കും. എന്ന് വെച്ചാൽ 10 കൽപ്പനയാണ്. ഇവൾ എന്തുകൊണ്ടാണ് ഈ നാണയം പോയിട്ട് അത് കണ്ടു കിട്ടിയപ്പോൾ സന്തോഷിക്കാൻ കാരണം? ഇന്നത്തെ കാലത്ത് വിവാഹം നടക്കണമെങ്കിൽ ചെറുക്കൻ വന്ന് കാണുമ്പോൾ അവരുടെ അടുത്ത് പോയി നിന്ന് സംസാരിക്കുകയും അവരുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അതിന് ശേഷമാണ് വിവാഹം നടക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല. ഈ നാണയം എണ്ണി നോക്കും എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ നാണയം എണ്ണി നോക്കിയിട്ടാണ് വിവാഹം നടക്കുന്നത്. അപ്പോൾ ഇവളെന്തുകൊണ്ടാണ് ചൂലെടുത്ത് വിളക്കെടുത്ത് ഇത് ശരിക്കും അന്വേഷിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, അവളുടെ 6ാമത്തെ നാണയമാണ് കളഞ്ഞുപോയത്. വിവാഹം നടക്കില്ല ഒരിക്കലും. അപ്പം കളഞ്ഞുപോയതിനെ കണ്ടെത്തുമ്പോഴും തിരഞ്ഞ് എങ്ങനെയാണ്? കയ്യിൽ വിളക്കെടുത്ത്. അന്ധകാരത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പുതിയൊരു വ്യക്തിയായി വിളക്കെടുക്കണം, പുതിയൊരു സൃഷ്ടിയായി മാറണം. പഴയത് ചുമന്നുകൊണ്ടിരിക്കുകയല്ല, പഴയതിനെക്കുറിച്ച് നമ്മൾ വ്യാവലാതിപ്പെടുകയല്ല. കയ്യിൽ വിളക്കെടുക്കണം, മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറണം. വെളിച്ചമായി മാറിയാൽ മാത്രം പോരാ, പിന്നെയോ ചൂലെടുക്കണം. നിന്റെ പഴയ ജീവിത രീതിയെ സകലതിനെയും തൂത്ത് തുടച്ച് മാറ്റിവെക്കണം. അതിനകത്ത് അന്വേഷിക്കണം. അങ്ങനെ മുറിയുടെ എല്ലാ കോണുകളും അരിച്ചു പിറക്കി തൂത്തു കൂട്ടിയപ്പോഴാണ് അവളിൽ നിന്നും നഷ്ടപ്പെട്ട നാണയം തിരികെ കിട്ടിയത്. തിരികെ കിട്ടിയവളുടെ സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത. പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ കളഞ്ഞുപോയിരിക്കുന്ന പല നാണയങ്ങളുമുണ്ട്. ആ നാണയങ്ങളെല്ലാം കണ്ടെത്തി ആ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കയ്യിലേക്ക് നടന്നെടുക്കുന്നവരായി നമുക്ക് മാറണം. അപ്പോഴാണ് നമ്മളുടെ ജീവിതം പുതുമയായി മാറുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു നാണയം കളഞ്ഞുപോയാൽ ആ നാണയത്തിന് പിന്നെ 10 കൽപ്പനയിൽ ഒരുമിച്ചിരിക്കാൻ സാധിക്കുകയില്ല, അതിനൊരു വിലയില്ലാതെ വരും. അതുകൊണ്ടാണ് അവൾ തീഷ്ണതയോടെ ആ നാണയം കണ്ടെത്തിയത്. വിലയുള്ളതായി മാറി. പോയത് നഷ്ടപ്പെട്ടത് കണ്ടെത്തുമ്പോൾ, കൂട്ടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിലയുള്ളതായി മാറും. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളിലേക്ക് വരും. പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞു പോയാൽ നമുക്ക് എന്തുമാത്രം മനോവിഷമം ഉണ്ടാകും, എന്തുമാത്രം സങ്കടം ഉണ്ടാകും. അത് അനുഭവിച്ചിട്ടാണ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അത് പോയതിനെ ഓർത്ത് ഭയങ്കര വിഷമമായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ പല മണിമുത്തുകളും കളഞ്ഞു പോയിട്ടുണ്ട്. അതിനെയെല്ലാം കണ്ടെത്തണം. അതിനെയെല്ലാം കണ്ടെത്താൻ നീ ചേർന്നിരിക്കണം ദൈവത്തോട്. അതിനാണ്, ചേർന്നിരിക്കാനാണ് പല ധ്യാന കേന്ദ്രങ്ങളും ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചേർന്നിരിക്കാനാണ് ദേവാലയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഇരുന്ന് ഒറ്റയ്ക്ക് കരയുകയല്ലേ. കരയണമെങ്കിൽ അത് ഈശോയുടെ മുന്നിലിരുന്ന് കരയണം. ഈശോ നിന്നെ വഹിക്കും, അവൻ തോളിലേറ്റി നിന്നെ നടത്തും. ഈശോയോട് ചേർന്നിരിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും, ഒറ്റപ്പെടലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഓർത്തിട്ട് നമ്മളെ കുറ്റപ്പെടുത്തിയവരെയും ഒറ്റപ്പെടുത്തിയവരുടെ അടുത്തും
ചെല്ലാനുള്ള ഒരു മനോഭാവം, അവരെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലേക്ക് രൂപപ്പെടണം. അപ്പോഴാണ് കർത്താവ് സന്തോഷിക്കുന്നത് നമ്മളെ ഓർത്ത്. നമ്മൾ പലപ്പോഴും പറയുന്നത് ഇനി അവരുമായി യാതൊരുവിധ ബന്ധവുമില്ലെന്ന്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ആടിനെയും ധൂർത്തപുത്രനും സന്തോഷമായിട്ട് പിന്നീട് തിരികെ വരാൻ സാധിക്കില്ലായിരുന്നു. കളഞ്ഞുപോയതിനെ കണ്ടെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും കളഞ്ഞുപോയിരിക്കുന്ന, ജീവിതത്തിൻ്റെ ഉയർച്ച കെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നമുക്ക് മുന്നേറാം. നമുക്കൊരു പുതിയ വ്യക്തിയായി മാറാം. പുതിയ ഉണർവോടെ, പുതിയ ശക്തിയോടെ, കൂട്ടത്തോടെ കർത്താവിന് സ്വീകാര്യമായ വ്യക്തികളായി മാറുവാൻ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.